ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്, നന്മയുണ്ടാകണമെന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ശുഭകരമായി മംഗളകരമായി തീരണമെന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതിനായി നമ്മൾ അക്ഷീണം പരിശ്രമിക്കുന്നു, ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ജോസഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്സുണ്ടായി. അവൻ ചെയ്തതെല്ലാം ശുഭകരമായി തീരുകയും ചെയ്തു. കാരണം ദൈവം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം കൂടെ ഉള്ളപ്പോഴാണ് എല്ലാം മംഗളകരമായി തീരുക. ദൈവം കൂടെ ഇല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിക്കാം. സങ്കീർത്തനം അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാം കർത്താവിൻ്റെ കൂടെ ആണോ എന്നുള്ളതാണ് പ്രശ്നം. കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുമ്പോഴാണ് നാം കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതും കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നതും. ജോസഫ് വളരെ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ജീവിച്ച ഒരു വ്യക്തി. ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചു. പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി അകന്നു, പാപത്തിൽ വീഴാതെ ജീവിച്ചു. നാമും അങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവരായി മാറുകയാണ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെയായിരിക്കും, ദൈവം നമ്മുടെ കൂടെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ടാകുന്നു. നാം ചെയ്യുന്നതെല്ലാം വിജയപ്രദമായി മംഗളകരമായി തീരുകയും ചെയ്യും. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.